Hi guys, welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് OnePlusന്റെ 10 Pro എന്ന ഡിവൈസിനെ കുറിച്ചാണ്. ഈ ഒരു ഡിവൈസ് ചൈനയിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനയ്ക്ക് പുറത്ത് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടില്ല. OnePlusന്റെ 10 സീരീസിൽ ഈ ഒരു Pro വേരിയൻറ്റ് മാത്രമാണ് ഇപ്പോൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ആദ്യം ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിന് നൽകിയിട്ടുള്ളത്. അതായത് 1440x3216 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. 525 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതായത് 1 Hz to 120 Hz വരെയുള്ള റിഫ്രഷ് റേറ്റ് റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 1300 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അത്യാവശ്യം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ OnePlus 10 Pro എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും ഗ്ലാസ് ബോഡി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. OnePlus 10 Pro എന്ന ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് ഏകദേശം 200 grams ആണ്. ഈ ഒരു ഡിവൈസിൽ ഒരു പഞ്ച് ഹോൾ കട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ. ഏകദേശം 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ OnePlus 10 Pro എന്ന ഡിവൈസിൽ അവൈലബിൾ ആണ്. ആൾവേസ് ഓൺ ഡിസ്പ്ലേ ഫീച്ചറും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Generation 1 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. 4nm 5G ചിപ്സെറ്റാണ്. അഡ്രീനോ 730 ആണ് ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന GPU. ഒപ്പം ആൻഡ്രോയിഡ് 12.1 ബേസ് ചെയ്തിട്ടുള്ള ColorOS 12.1 ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്ന യൂസർ ഇൻ്റർഫേസ്. OnePlus 10 Pro എന്ന ഡിവൈസ് 3 വേരിയൻസിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ബേസ് വേരിയൻറ്റ് 8GB RAM ആൻഡ് 120GB സ്റ്റോറേജ് ആണ്. ഒപ്പം 8GB RAM ആൻഡ് 256GB സ്റ്റോറേജ് വേരിയൻറ്റും 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ് വേരിയൻറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി സെൻസർ 48 MP ആണ് വരുന്നത്. f1.8 ആണ് അപ്പർച്ചർ. സോണി IMX789 എന്ന സെൻസറാണ് റിയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം 50 MP അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്. ഏകദേശം 150 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ നമുക്ക് അൾട്രാ വൈഡ് ലെൻസിൽ വരുന്നുണ്ട്. അത്യാവശ്യം വളരെ വൈഡായിട്ടുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി 8 MP ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. അതിൽ ഏകദേശം 3.3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയർ ക്യാമറസ് നമുക്ക് 8K വീഡിയോസ് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് സിംഗിൾ സെൽഫി ക്യാമറയാണ്. 32 MP ആണ്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് 1080p വീഡിയോസ് ആണ് 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് OnePlus 10 Proയിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 80 watts ഫാസ്റ്റ് ചാർജിങ് ആണ് ഡിവൈസിന് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനറേഷനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ബാറ്ററി ആൻഡ് ചാർജിങ് സെക്ഷനിലൊക്കെ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ഇപ്രാവശ്യം വരുന്നുണ്ട്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൽ 50 watts വയർലെസ് ഫാസ്റ്റ് ചാർജിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. ഹെഡ്ഫോൺ ജാക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു ഡിവൈസിൽ വരുന്നില്ല. ബ്ലാക്ക് ആൻഡ് ഗ്രീൻ എന്നിങ്ങനെ 2 കളർ വേരിയൻസിലാണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ജനറേഷൻ OnePlus 9 Pro എന്ന ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു ഡിവൈസിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ലൊരു അപ്ഗ്രേഡ് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി സെഗ്മെൻറ്റ് ഏകദേശം 4500 mAh ബാറ്ററി ആയിരുന്നു OnePlus 9 Pro എന്ന ഡിവൈസിലുണ്ടായിരുന്നത്. ഇപ്രാവശ്യം അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഒരു ഡിവൈസിനുണ്ടായിരിക്കും. അതോടൊപ്പം വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും അത്യാവശ്യം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് OnePlusന്റെ 10 Pro എന്ന ഡിവൈസിൻ്റെ ഫീച്ചേഴ്സ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയിൽ ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4699 yuan ആണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 54,600 രൂപയോളമാണ് ഈ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത്. ഇന്ത്യയിൽ OnePlus 10 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് OnePlusന്റെ 10 Pro എന്ന ഡിവൈസിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുന്നവർ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.